ക്രിമിനൽ കേസ് പ്രതികളായാൽ കേരള സർവകലാശാലയിൽ അഡ്മിഷൻ ഇല്ലെന്ന തീരുമാനവുമായിട്ടാണ് VC ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചിരിക്കുന്നു. പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സത്യവാങ്മൂലം നൽകണം. സർക്കുലർ ലംഘിച്ചാൽ കോളേജ് കൗൺസിലിന് നടപടിയെടുക്കാം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ക്രിമിനൽ കേസിൽ പ്രതികളായവർക്ക് ഇനി അഡ്മിഷൻ നൽകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ച VC മുന്നോട്ട് പോകുമ്പോൾ അത് പ്രതിഷേധത്തിന് ഇടവരുത്താൻ സാധ്യതയുണ്ടോ? VCയുടെ സ്റ്റാൻഡിന് എങ്ങനെ കാണണം? സൈഫുദ്ദീൻ ജിൻസി, എന്തായാലും ഇക്കാര്യം VCയുടെ മാത്രം ഒരു തീരുമാനമായി കാണാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ VCയും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് ഉപസമിതിയും ചേർന്ന് നേരത്തെ എടുത്ത തീരുമാനമാണ്. അതാണ് VC ഇപ്പോൾ സർക്കുലറായി കോളേജുകൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന വിഷയം തന്നെയാണ്. കാരണം സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ, വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഒപ്പം തന്നെ ഗുരുതരമല്ലാത്ത പല ക്രിമിനൽ കേസുകളും സ്വാഭാവികമായും പോലീസ് എടുക്കുന്ന കേസുകൾ ആളുകൾക്കെതിരെ ഉണ്ടാകും. പൗരന്മാരാണ്, 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകളാണ്. അവർക്കൊക്കെ എതിരായി അത്തരത്തിലുള്ള കേസുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് അഡ്മിഷൻ നൽകുന്നത് തടസ്സപ്പെടുത്താൻ പോലും കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ സർക്കുലറിന്റെ ഭാഗമായി ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇത് യൂണിവേഴ്സിറ്റി വിശദീകരിക്കുന്നത് ചില കോളേജുകളിൽ ചില ക്രിമിനൽ കേസുകളിൽ പ്രതികളായി ആയ ആളുകൾ അഡ്മിഷൻ എടുത്തതുമായി ബന്ധപ്പെട്ട് കാപ്പ ചുമത്തപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് തടയാനാണ് ഇത്തരത്തിലുള്ള തീരുമാനം എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ ചില കോളേജുകൾക്ക്, കോളേജ് കൗൺസിലിനാണ് ഇക്കാര്യത്തിൽ ഈ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. കൗൺസിൽ തീരുമാനിച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അഡ്മിഷൻ നൽകാതിരിക്കാം. അത്തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, പലതരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ ഒക്കെ നേതൃത്വം നൽകുന്ന ആളുകളുണ്ട്. പല അധ്യാപക സംഘടനകളിലെയും ആളുകൾ രാഷ്ട്രീയപരമായി ഒക്കെ നോക്കി അഡ്മിഷനൊക്കെ നൽകുന്നു എന്നുള്ള പരാതികളൊക്കെ നേരത്തെ ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിന് കൂടുതൽ ബലം നൽകുന്ന നിലയിൽ ആയിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത് ഈ സർക്കുലർ പ്രകാരം. ഈ സർക്കുലർ പൂർണ്ണമായും നടപ്പിലാകുമ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്, അതായത് ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുമ്പോൾ ആ വിദ്യാർത്ഥി നൽകേണ്ട സത്യവാങ്മൂലത്തിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കോളേജിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുണ്ടോ, ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരെയോ അതിക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പരീക്ഷാ ക്രമക്കേടിൽ പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സത്യവാങ്മൂലമാണ് നൽകേണ്ടത്. ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ നടപടിയെടുക്കാം. വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ തടയാൻ ഉൾപ്പെടെയുള്ള അധികാരം നൽകുന്നതാണ്, കോളേജ് കൗൺസിലിന് അധികാരം നൽകുന്നതാണ് നിലവിൽ ഇറക്കിയ സർക്കുലർ. എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കപ്പെടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ആൾക്ക് വിവേചനാധികാരം ഒക്കെ ഉപയോഗപ്പെടുത്തി പ്രിൻസിപ്പലിനും ഒപ്പം തന്നെ കോളേജ് കൗൺസിലിനും ഒക്കെ ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നുണ്ട്, പെട്ടിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞ് അവരെ മാറ്റി നിർത്താനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങാൻ സാധ്യതയുള്ള ഒരു ഉത്തരവാണ് നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ VC ഇതുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഇതൊരു ടൂളായി മാറ്റിയെടുക്കോ എന്നുള്ളതാണ്.